പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജെസി ജോഷി. ഞാൻ മാന്നാർ കടുത്തുരുത്തി മാന്നാർ സെൻറ്റ് മേരീസ് ചർച്ച് അവിടെ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെ പറ്റിയാണ്. ഞാനിവിടെ വരാനായിട്ട് കാരണം തന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഓരോരുത്തരും എനിക്ക് പത്രം തരികയും ഞാൻ തുണിയും നൈറ്റി ചുരിദാറെല്ലാം കൊണ്ട് വീടുകളിൽ കൊടുക്കുവാണ്. അപ്പം ഞാൻ പോകുമ്പോൾ എല്ലാവരും എന്നോട് പറയും, മോളും എന്തായാലും പോകണല്ലേ, ഈ പത്രമൊക്കെ ഒന്ന് കൊണ്ട കൊടുക്ക്, ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്നോന്ന് പറയും. അപ്പം ഞാൻ നല്ല സന്തോഷത്തോട്, ഞാൻ ഇവിടെ വന്നിട്ടില്ല എങ്കിലും സന്തോഷത്തോടു കൂടി മേടിച്ച് എല്ലാ വീടുകളിലും പോകുമ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴെല്ലാവരും എന്നോട് പറയും, എൻ്റെ ഈ പേപ്പർ തന്നവരെല്ലാവരും എന്നോട് പറയും, കൃപാസനത്തിൽ ഒന്ന് പോ, ഇത്രയും കഷ്ടത. എൻ്റെ വീട്ടിലാണെങ്കിൽ കടബാധ്യത 18 ലക്ഷത്തോളം രൂപ കടം. അതുപോലെ എൻ്റെ ഭർത്താവിന് ഒരു തലയുടെ ഒരു ഓപ്പറേഷൻ, സുഷ്മന നാഡി ബ്ലോക്കായിട്ട് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് രക്ഷ കിട്ടൂല എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ നടന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കടബാധ്യത കൊണ്ട് മുഴിഞ്ഞു, അല്ല പിള്ളേർക്ക് അസുഖങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും എനിക്ക് ഇവിടെ വരാനായിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്നിട്ടും ഞാൻ പറയും, മാതാവ് എന്നെ എന്നാണെങ്കിലും ഒരു സമയത്ത് എന്നെ ഇവിടെ എത്തിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പോകണം എന്ന് ഞാൻ പറഞ്ഞ് പേപ്പറും കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ രണ്ടാമത് ഇവിടെ വരാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എർണിയയും കല്ലും ഉടനെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പിള്ളേരെ എവിടെ കൊണ്ട് ആക്കും, സ്കൂൾ പൂട്ടിയാൽ മാർച്ചിൽ പരീക്ഷ, അത് കഴിയാണ്ട് എനിക്ക് എങ്ങും കൊണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരെയും പിടിച്ച് നിൽക്കണം. എന്തായാലും ശരി, ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇനി എൻ്റെ ഭർത്താവിനെയായിട്ട് ഞാൻ ഓപ്പറേഷനാണെങ്കിൽ എന്തിനാണേലും പോകുള്ളൂ. അങ്ങനെ ഞാൻ 2024 മാർച്ച് 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനല്ല വന്നതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്ന്. അപ്പം ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ഞാൻ അവിടെ പോയി ഉടമ്പടി എടുക്കാൻ ചെന്ന് ക്ലാസ് കൂടി ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കേട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് 2-ാം തീയതി ഉടമ്പടി എടുത്ത് 3, 4, 5-ാം തീയതി എൻ്റെ ഭർത്താവിനായിട്ട് ഓപ്പറേഷൻ ഡേറ്റിന് വേണ്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ. അപ്പോൾ 2 സ്കാനിങ്ങിലും സീരിയസ് ആണ്, ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് സ്കാനിങ്ങിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ 12 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സ്കാനിങ് 2 മണിക്കാണ്, അപ്പോൾ അടുത്ത ശനിയാഴ്ച റിസൾട്ടുമായിട്ട് വന്നാൽ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കാനിങ്ങിൻ്റെ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 14-ാമത്തെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ അന്നേരം അവിടെ എല്ലാ 13 പേരും അവിടെ ഉണ്ട്. പക്ഷേ ഡോക്ടർ 2 മണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ മാത്രമുണ്ട്, ഒരു മനുഷ്യനില്ല അവിടെ. അപ്പോൾ ഞാൻ ഓർത്ത് ഞങ്ങളെ വിളിക്കണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ വിളിച്ചിട്ട് ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് സ്കാനിങ്ങിന് കയറ്റി. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടി 3 മണിക്ക്. അപ്പം ഞാൻ ഓർത്തു ഇനി അടുത്ത ശനിയാഴ്ച വരണ്ടേ, വന്ന് നമുക്ക് ഡേറ്റ് തരും. എന്നാലും ആ ഡോക്ടറെ കണ്ട മുറിയുടെ അതിലേക്കൂടെ ഒന്ന് നടക്കാം. മാതാവ് എന്നോട് പറയണ പോലെ എനിക്ക് തോന്നി. ഞാൻ അതിലേക്കൂടെ നടന്നു പോവുക. അപ്പോൾ അവിടെ ക്ലീനിങ്ങുകാർ മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ആ ഡോറൊന്ന് തുറന്നു നോക്കാമെന്നോർത്ത് തുറന്നപ്പോൾ അവിടെ അന്ന് കണ്ട എല്ലാ ഡോക്ടർമാരും അവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നാ മോളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് ഒന്ന് കാണിക്കാൻ കയറി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്തായിട്ട് ചെന്ന്. അപ്പോൾ ഡോക്ടർ ഇത് കണ്ടിട്ട് എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡേറ്റിന് വേണ്ടി ഓപ്പറേഷനാണ്, അപ്പോൾ സാറ് എനിക്ക് 2 സ്കാനിങ്ങിൽ സീറ്റ്. അപ്പം അവർ ഇതിലൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ 2 സ്കാനിങ് കാണിച്ചു, ആദ്യത്തെ 2 സ്കാനിങ്ങിലും സീരിയസ് ആണ്, ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞ്. അവൻ ഡോക്ടർ പറഞ്ഞു പക്ഷേ അത് ശരി, പക്ഷേ ഇപ്പം ഈ സ്കാനിങ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവാണ് എനിക്ക് അനുഗ്രഹം തന്നതെന്ന് ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് അതും എന്നിട്ടും എനിക്കൊരു സംശയം, ഇനി എന്താണെന്ന് ഒന്നും കൂടെ അറിയണമെന്നൊരു സംശയത്തിന് ഞാൻ അവിടെ നിന്ന് നേരെ വൈക്കത്തൊരു ഡോക്ടറെ വീട്ടിൽ ചെന്ന് ആ ഡോക്ടറെ കണ്ട്. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇനി അവിടെ വല്ല തെറ്റും പറ്റിയതാണ് എന്നറിയാൻ വേണ്ടി ഞാൻ ആ ഡോക്ടറെ വീട്ടിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ അത് തന്നെ പറയണ്, ശരിയാ ഈ 2 സീരിയസ് ആണ്, പക്ഷേ ഈ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമാധാനം, എൻ്റെ ദൈവമേ ഇനി ഓപ്പറേഷൻ ഇല്ലാണ്ട് എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറ്റി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2ാമത് വെച്ചത് എനിക്ക് ഒരു ജോലി എന്നുവെച്ചാൽ കടത്തിൽ മുങ്ങിയിരിക്കുവാണ്. ഞാൻ ഈ തുണിയായിട്ട് പോകണം, എൻ്റെ പുള്ളി ഓട്ടോറിക്ഷ ഓടിക്കുവാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരു 10,000 രൂപയുടെ ഒരു ജോലി എന്തെങ്കിലും എനിക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് ഗൾഫിൽ പോകണമെന്ന് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഉടനെ തന്നെ മാതാവ് എനിക്ക് UK, ഞാൻ ഒരു സ്വപ്നത്തിൽ ഓർക്കാത്തൊരു കാര്യമാണ്, പെട്ടെന്ന്
പ്രതീക്ഷിക്കാണ്ട് തന്നെ എനിക്ക് UK ഒരു ജോലി ശരിയാക്കി. എൻ്റെ മാതാവ് എന്നെ സ്വർഗത്തിൽ, ഇവിടെ ഞാൻ നരകത്തിൽ ഇന്ന പോലെ നിന്ന് എന്നെ സ്വർഗത്തിൽ എന്ന പോലെ എൻ്റെ മാതാവ് കൊണ്ടുപോയി, UK കൊണ്ടുപോയി. എനിക്ക് 40,000 രൂപ സാലറി കിട്ടി. എനിക്ക് 5 പൈസ ചിലവില്ല. എന്നെ കൊണ്ടുപോയത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോയത്. ടിക്കറ്റ് എടുത്തതും എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്ത്. ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല. അവർ കൊണ്ടുപോയത് എന്നെ ഒരു കുഞ്ഞിനെ നോക്കാനായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കണേലും സുഖമായിട്ട് പ്രാർത്ഥിക്കാൻ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അവിടെ എനിക്ക് ഫുൾ ടൈം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അങ്ങനെ എനിക്ക് നല്ലൊരു ജോലി. ഇപ്പം എനിക്ക് UK ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം ആയോളൂ. എനിക്ക് പനിയും ചുമയായിട്ടാണ് ഞാൻ വരാൻ വൈകിയത് സാക്ഷ്യം പറയാനായിട്ട്. അതുപോലെ തന്നെ കടബാധ്യതയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ തുണിയായിട്ട് മിക്ക വീടുകളിലും പോകും. അപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാണ്ട് തന്നെ ഞാൻ ഒരു ടീച്ചറുടെ വീട്ടിൽ കയറും. അപ്പോൾ ആ ടീച്ചർ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അമ്മച്ചീനെ ഒന്ന് ആരും അവിടുത്തെ ജോലിക്കാർ വരാത്തപ്പോൾ അമ്മച്ചീനെ കുളിപ്പിക്കും. അപ്പോൾ ഞാൻ പറയും കൂടാ. എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ കൂടിക്കൊടുക്കും. അങ്ങനെ എവിടെ പോയാലും ഞാൻ എന്ത് സഹായം ആര് ചോദിച്ചാലും അപ്പോൾ ചെയ്തു കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. പൈസ കൊണ്ടില്ലെങ്കിലും എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കടമാണ്. അതുപോലെ ടീച്ചർ എന്നെ അറിയോ പോലുമില്ല. 2 ലക്ഷം രൂപ ടീച്ചർ എൻ്റെ കൈയിട്ട് എടുത്ത് വെച്ച് വന്നിട്ട് പറഞ്ഞ് കൊണ്ട് ബാങ്കിൽ അടച്ചോളാൻ പറഞ്ഞ ടീച്ചർ. ഞാൻ സ്വപ്നത്തിൽ ഓർക്കാത്ത കാര്യങ്ങൾ തന്നെ മാതാവ് ഈ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് സാധിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചു പോലുമില്ല. പക്ഷെ ഉടനെ എനിക്ക് മാതാവ് ഇപ്പോഴും എനിക്ക് ഓരോന്നും നല്ല കാര്യങ്ങളെല്ലാം അവിടുത്തെ സഹായം എനിക്ക് തന്നുകൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 2 ലക്ഷം രൂപ ഞാൻ കൊണ്ട് ബാങ്കിൽ അടച്ച്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അത്രയും കാശ് കുറച്ച് കിട്ടിയല്ല എന്നുള്ള സമാധാനത്തിൽ ഞാൻ നിൽക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ കടബാധ്യത എനിക്ക് ഇങ്ങനെ കൂടി വന്ന് ഇപ്പം ടീച്ചറും തന്ന് അങ്ങനെ എനിക്ക് ജോലി കിട്ടിയ പൈസ അവരും എനിക്ക് അധികം പൈസ തന്നു വിട്ട്. അപ്പം ഇന്നലെ ഞാൻ ബാങ്കിൽ പോയി തിരക്കിയപ്പോൾ അവർ പറഞ്ഞ് 3,80,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ കരഞ്ഞു പറഞ്ഞപ്പോൾ അവരും 50,000 രൂപ കുറച്ച് തന്ന്. അപ്പോഴും 2,80,000 രൂപ അവിടെ അടയ്ക്കണമെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ 2 ലക്ഷം ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ 80,000 രൂപ എവിടെ നിന്ന് കിട്ടും എന്നോർത്ത് നിന്നപ്പോൾ ഇന്നലെ ചേട്ടൻ്റെ കൂട്ടുകാരൻ വിളിച്ചേച്ചും പറഞ്ഞ് എന്തായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 80,000 വന്ന് ഇന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് 80,000 രൂപ ഞാൻ ഇട്ട് തന്നേക്കാം എന്നും പറഞ്ഞ് അതും ഞങ്ങൾക്ക് സാധിച്ചു തന്ന്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെന്ന് വെച്ച് ഞാൻ അവിടെ പോയെങ്കിലും എൻ്റെ ഭർത്താവും പിള്ളേരും ഓരോ അനാഥാലയങ്ങളിലൊക്കെ പോവുകയും അതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പോണതിന് മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട പത്രം മേടിച്ച് എത്ര രാത്രിയാണ് ഞാൻ പെട്ടെന്ന് എനിക്കെല്ലാം റെഡിയായത്. എങ്കിലും ഞാൻ ആ രാത്രി തന്നെ ഇവിടെ നിന്ന് വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി മെഡിക്കൽ കോളേജിലുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് തന്നെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എപ്പോഴും എന്താവശ്യത്തിനും, അവർക്ക് മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്, പക്ഷേ എന്താവശ്യത്തിനും ആരും ചെയ്തു കൊടുക്കില്ല. അവരെ കുളിപ്പിക്കാനും എല്ലാ കാര്യത്തിനും എന്നെ ഏത് രാത്രി എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടിച്ചൊന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം അവർക്ക് ദേഹം 12 മണിക്ക് രാത്രി എന്നെ വിളിച്ച് മോളെ ദേഹം മൊത്തം ചൊറിഞ്ഞ് എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റണില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ജോസ് ചേട്ടൻ ഗുളിക കഴിച്ച് കിടക്കണം. എന്നിട്ട് ചേട്ടനെയും വിളിച്ച് ഞാൻ രാത്രി 12 മണിയായപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് വിശുദ്ധ തൈലയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി കിടന്നുറങ്ങിക്കോ, ഒരു കുഴപ്പവും ചേച്ചിക്ക് ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലും വരില്ലെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെയും ആ ചേച്ചിക്ക് അസുഖം വന്നിട്ടില്ല. ആ ചേച്ചി ഇപ്പോഴും എന്നും എന്നോട് പറയും, എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ ഞാൻ UK പോയിട്ടാണെങ്കിലും അവരുടെ വീട്ടിൽ ഫംഗ്ഷനോ എന്തെങ്കിലും നടക്കുമ്പോൾ മലയാളികളെല്ലാവരും വരുമ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ അവരോടെല്ലാം എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയുകയും അവർ എന്നെ വിളിച്ച് ഓരോ കൊച്ചുങ്ങൾക്കും വയ്യായിക എന്ന് തലയ്ക്കൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ഓക്സിജൻ മാത്രം ഉപയോഗിച്ച് കിടക്കുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് അവരുടെ കൂട്ടുകാരൻ്റെ കൊച്ചാണ്. എന്നിട്ടും എന്നെ അവിടെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്ത് ആ കൊച്ചു ഇപ്പം നല്ല സുഖമായിട്ടിരിക്കണം. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുവാനാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ കൊച്ചു ഇപ്രാവശ്യം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയേക്കുവാണ്. അപ്പോൾ അവൻ പഠിക്കും ഒരുമാതിരി, എങ്കിലും ഈ പ്രാവശ്യത്തെ പരീക്ഷ ഭയങ്കര പാടാണ്. അപ്പോൾ എന്നോട് വന്നിച്ചു, അപ്പം ഞാൻ എന്നും ഉപ്പും തൈലും ഞാൻ ഇല്ലായിരുന്നു ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ ഉപ്പും ഇതെല്ലാം കൊണ്ടുപോകണം, എന്നിട്ട് പേപ്പറിൽ ഇടണം, അന്നേരം എല്ലാം ഓർമ്മ കിട്ടും, കാശ് രൂപം കൊണ്ടുപോകണം. കൊച്ചതെല്ലാം കൊണ്ടുപോയി. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവന് പാടായിരുന്നു, അവനൊന്നും എഴുതാണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സാറ് പെട്ടെന്ന് വന്നേച്ചും പറഞ്ഞ് എന്തെങ്കിലും അറിയണയൊക്കെ എഴുതി വെച്ചോളാൻ പറഞ്ഞു, പാടാണെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചോ. അവൻ പറഞ്ഞു ഞാൻ എല്ലാം എഴുതി മമ്മി. ആ നിമിഷം തൊട്ട് ഞാൻ പെട്ടെന്ന് എഴുതാൻ തുടങ്ങി.
തുടങ്ങി. പക്ഷേ എഴുതി കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഞാൻ എഴുതിയതെല്ലാം ശരിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ മാതാവ് എല്ലാം എൻ്റെ കുഞ്ഞിന് പരീക്ഷയ്ക്കെല്ലാം നന്നായിട്ട് എഴുതാനുള്ള ഒരു അനുഗ്രഹം അവന് കൊടുത്ത്. അങ്ങനെ എൻ്റെ കുടുംബം ഇപ്പോൾ സന്തോഷിച്ച്. ഞാൻ കരഞ്ഞു നടന്ന ഞാനാണ്. പക്ഷേ ഇതൊരിക്കലും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം മൊത്തം ഉപവാസത്തിലും ഞാൻ ഉപവാസം മുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് തുടങ്ങി ഈ നിമിഷം വരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഞാൻ പോയേക്കണേ. എനിക്ക് അവിടെ ചെന്നിട്ട് ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകും. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോകും. എല്ലാ കാര്യവും ഞാൻ ചെയ്യാറുണ്ട്. ഇനി മുന്നോട്ട് എൻ്റെ കുടുംബം ഉടമ്പടിയിലൂടെ മാത്രം മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഞാൻ ത്രികുമാരനും മാതാവിനും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതൽ സമയവും ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ മാതാവ് അറിഞ്ഞു തന്നുണ്ട്. അപ്പം പിന്നെ ഞാനൊന്നും ചോദിക്കണില്ല. അപ്പം അതുകൊണ്ട് മാതാവ് ഞാൻ ഇപ്പം എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെപ്പോലെ എല്ലാവർക്കും സാക്ഷ്യം പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ മാതാവിനോട് ത്രികുമാരനോട് ഞാൻ പറയുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജസ്സി ജോഷി എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയായിരുന്നു. അത്ഭുതകരമായ അനുഭവങ്ങൾ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യമെന്ന് കരുതുന്ന ഓരോ കാര്യവും എത്ര നിസ്സാരമായി ഉടമ്പടിയിലുള്ള വിശ്വസ്തതയ്ക്ക് ഈ കുടുംബത്തിന് ദാനമായി നൽകിയെന്ന് ഓരോ സാക്ഷ്യപ്പെടുത്തലിലും ആവർത്തിച്ച് സഹോദരി പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യം സഹോദരന് പറഞ്ഞ ഗുരുതരമായ ഒരു ഓപ്പറേഷനാണ്. ഹെർണിയയും കിഡ്നിയും കൂടി ചേർന്നിരിക്കുന്നതിൻ്റെ ഒരു ഓപ്പറേഷൻ വേഗം ചെയ്തു മാറ്റണം, അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ വിഷയമായിരുന്നു. 2 തവണ സ്കാനിങ്ങിലും ഒരേ റിപ്പോർട്ട് തന്നെയാണ് വന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുകയും ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ തീയതി എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ ചെന്ന് സ്കാൻ ചെയ്യുമ്പോൾ ആ സ്കാനിങ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകളെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. 14ാമത്തെ വ്യക്തിയായി ചെല്ലുന്നു. എന്നാൽ സ്കാനിങ്ങിന് ആദ്യത്തെ വ്യക്തിയായി കയറുന്നു. അതുകൊണ്ട് അടുത്ത പിറ്റേ ശനിയാഴ്ചത്തേക്ക് അവർ ഡോക്ടറെ കാണുവാൻ നിർദ്ദേശം കൊടുക്കുന്നു. എന്നാൽ അമ്മ മാതാവ് ഉള്ളിൽ തോന്നിച്ചതനുസരിച്ച് ഡോക്ടറെ കണ്ട ഇടങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ചാരിക്കിടന്നൊരു മുറി തുറക്കുമ്പോൾ അവിടെ ഒരു യോഗം നടക്കുന്നു. അവിടെ കണ്ട 2-3 ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ സ്നേഹത്തോടു കൂടി അകത്തേക്ക് വരുവാൻ ആവശ്യപ്പെടുകയും റിപ്പോർട്ട് കാണിക്കുമ്പോൾ ഇതിൽ യാതൊരു കുഴപ്പവുമില്ല, സന്തോഷത്തോടെ മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും ചുരുക്കിയെടുക്കുകയാണ്. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയം ചുരുക്കി കൊടുത്തു. 14ാമത് നിന്നത് 1ാമതാക്കി കൊടുത്തു. അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞത് ആ ദിവസം തന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഡോക്ടറെ കാണാനുള്ള അവസരം ശരിയാക്കി കൊടുത്തു. അപകടകരമായ അവസ്ഥയെന്ന രോഗത്തെക്കുറിച്ച് പറഞ്ഞത് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് മാറിയതിൻ്റെ ആ വെളിപ്പെടുത്തലും ആ ദിവസം തന്നെ കുടുംബത്തിന് നൽകുകയാണ്. അതിൽ ആശ്ചര്യപ്പെട്ടിട്ടും അത് ഡോക്ടർമാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് പരിശോധിക്കുവാൻ മറ്റൊരു ഡോക്ടറെ പോയി കാണുന്നു. അവിടുന്നും അത് തന്നെ കൺഫർമേഷനായി കിട്ടുന്നു. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യമുണ്ട്, ഒരു ഓപ്പറേഷൻ വേണ്ട എന്ന ആ കാര്യത്തിലേക്ക് കുടുംബത്തെ കൊണ്ടുവന്നെത്തിക്കുന്നു. അതാണ് ആദ്യം പങ്കുവെച്ച സാക്ഷ്യം. രണ്ടാമത്തത് 18 ലക്ഷം രൂപയുള്ള വലിയ കടബാധ്യത വീട്ടുവാനാവാതെ ജപ്തിയുടെ വക്കിലെത്തി ജപ്തി നടത്തുമെന്ന രീതിയിൽ എത്തിയിരിക്കുന്ന ബാങ്കിൻ്റെ സാഹചര്യങ്ങൾ. അപ്പോഴാണ് ചേച്ചി വീട് വീടാന്തരം നൈറ്റിയും വസ്ത്രങ്ങളും ഇങ്ങനെ വിറ്റ് നടക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ഒരു കുടുംബത്തിൽ ചെന്ന വിശേഷങ്ങൾ സംസാരിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള സഹോദരി 2 ലക്ഷം രൂപ കൊടുത്തിട്ട് തൽക്കാല ജപ്തി നടപടി ഒഴിവാക്കുവാൻ ബാങ്കിലെ കടമടക്കുന്നതിന് വേണ്ടി ആ പൈസ കൊടുത്ത് അതടച്ച് ജപ്തിയിൽ നിന്ന് കുടുംബം സംരക്ഷിക്കപ്പെടുന്നു. അവിടെയും അമ്മ മാതാവ് ദൂതരെ ഒരുക്കി വെച്ചുകൊണ്ട് സംരക്ഷണം നൽകിക്കൊണ്ട് സഹായത്തിൻ്റെ വഴികൾ ഒരുക്കുന്നതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ വസ്ത്രം വിറ്റുപോകുമ്പോഴാണ് മറ്റൊരു വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് കുറച്ച് നാൾ വരുന്നതിന് വേണ്ടി സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഒരു പണം പോലും മുടക്കാതെ ഒരു കുഞ്ഞിനെ നോക്കുവാനായി UK പോകുവാൻ സാധിക്കുന്നു. അവിടുന്ന് തിരികെ പോരുമ്പോഴും അവരും ഏതാണ്ട് 2 ലക്ഷം രൂപയോളം കയ്യിൽ കൊടുത്താണ് ഭവനത്തിലേക്ക് അയക്കുക.
അത് ബാങ്കിൽ ചെല്ലുമ്പോൾ 3.5 അടക്കണം. കുറച്ച് ഇളവ് ചെയ്തു കൊടുത്തു. 2.80 അടക്കണമെന്ന് പറഞ്ഞു. 2 കയ്യിൽ കൊണ്ടുവന്നു. 80 രൂപ ഇന്ന് മറ്റൊരു കുടുംബം സഹായിക്കാമെന്നേറ്റു. അങ്ങനെ വീണ്ടും കടബാധ്യതയ്ക്ക് അമ്മ മാതാവിലൂടെ തന്നെ അസാധ്യമെന്ന് കരുതിയത് വീണ്ടും അടച്ചു തീർക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു. SSLC പരീക്ഷ എഴുതുന്ന മകന് പരീക്ഷകൾ പ്രയാസമായിരിക്കുമ്പോൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച മകൻ പരീക്ഷ എഴുതുവാൻ പോകുന്നു. ഒന്നും മനസ്സിലാവാതിരുന്ന സമയത്ത് ഒരു സാറ് വന്ന് നീ എന്തെങ്കിലും എഴുതി തുടങ്ങുമെന്ന് പറയുന്നു. ആ നിമിഷം മുതൽ അവൻ എഴുതിയത് മുഴുവനും ശരിയാവുന്നു. അത് അമ്മ മാതാവ് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് മകനെ അനുഗ്രഹിച്ചതായി കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. മകളുടെ വാക്കുകളിൽ അമ്മ മാതാവിൽ ശരണപ്പെടുമ്പോൾ എത്ര അസാധ്യമെന്ന് കരുതുന്നത് പോലും വളരെ നിസ്സാരമായി അനുവദിച്ചു തരുന്നത്, എല്ലാ വാതിലുകളും അടയുമ്പോൾ പുതിയ വാതിലുകൾ അമ്മ മാതാവ് തന്നെ തുറന്നു കൊടുക്കുന്നത്, ജീവിതം ക്ലേശത്തിലേക്ക് പോകുന്നുവെന്ന് കരുതുന്ന നിമിഷങ്ങളിലൊക്കെയും കൈപിടിച്ച് മാതാവ് പുറത്തു കൊണ്ടുവന്ന് സുരക്ഷിതമായി വഴി നടത്തുന്നത് അടയാളപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുകയാണ്. നിത്യത വരെയും കുടുംബം ഒരുമിച്ച് ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ സന്തോഷം നടപ്പിലാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ സാക്ഷ്യത്തിൽ ഈ കുടുംബം നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ക്ലേശകരമായ അവസ്ഥയെയും നടക്കില്ലെന്ന് പറയുന്ന ഏതൊരു കാര്യത്തെയും പൂർണ്ണമായി ശരണപ്പെട്ട മനസ്സോടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി മാതാവ് ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ അനുഗ്രഹമായി ഈശോയിൽ നിന്ന് ഏതൊരു കാര്യവും നേടിത്തരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സമർപ്പിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.